സ്റ്റാൻലി ബാലേന്ദ്രനെ വിളിച്ച് തൻ്റെ മകളെ ഒരു വട്ടം കാണിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നാൽ ബാലേന്ദ്രന് അതത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരു പ്രാവശ്യം അലീനയെ കാണിച്ചു കൊടുത്താൽ പിന്നെയും പിന്നെയും വന്ന് കണ്ട് അങ്ങനെ മാത്രം സ്റ്റാൻലി പെരുമാറുമോ എന്നൊരു ഭയമായിരുന്നു ബാലേന്ദ്രന്. സംശയിക്കേണ്ട ബാലേന്ദ്ര, ഞാൻ അവളുടെ അടുത്തേക്ക് വരികയോ സംസാരിക്കുകയില്ല. എവിടെയെങ്കിലും ദൂരെ മാറി ഇന്ന് കണ്ടോളാം. എനിക്കൊന്ന് കണ്ടാൽ മതി. എനിക്ക് അത്രയും ആഗ്രഹമുള്ളത് കൊണ്ടാണ് എൻ്റെ മകളെ ഒന്ന് കാണാമെന്ന് സ്റ്റാൻലി പറയുമ്പോൾ ബാലേന്ദ്രന് അത് നിരസിക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ വന്നോളൂ, ഞാൻ കാണിച്ചു തരാം. എത്തിയിട്ട് വിളിച്ചാൽ മതിയെന്ന് ബാലേന്ദ്രൻ സ്റ്റാൻലിയോട് പറഞ്ഞു. തൻ്റെ മകളെ കാണാൻ വേണ്ടി സ്റ്റാൻലി ബാലേന്ദ്രൻ്റെ നാട്ടിലെത്തി കേട്ടോ. നാട്ടിലെത്തിയപാടെ സ്റ്റാൻലി ബാലേന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ ടൗണിലുണ്ട്, എനിക്ക് മകളെ കാണിച്ചു തരണം. ബാലേന്ദ്രൻ എവിടെയാണ്, ഞാൻ എവിടെയാണ് വരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഇപ്പോൾ ഏതായാലും കാറിൽ നിന്ന് ഇറങ്ങണ്ട. താങ്കളെ അറിയാവുന്ന പലരും നമ്മുടെ നാട്ടിലുണ്ടല്ലോ. പ്രത്യേകിച്ച് വൈജയുടെ ആങ്ങളമാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി മാറും. തൽക്കാലം ഇപ്പോൾ കാർ തന്നെ ഇരിക്കും, ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതിയെന്ന് ബാലേന്ദ്രൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ സ്റ്റാൻലി കാർ തന്നെ ഇരുന്നു. അപ്പോൾ ബാലേന്ദ്രൻ ആലോചിച്ചു, എങ്ങോട്ട് കൊണ്ടുപോയി അലീനെ കാണിച്ചു കൊടുക്കും? നേരെ വീട്ടിലോട്ട് കൊണ്ടുപോയാൽ ശരിയാകുമോ? പെട്ടെന്ന് ശിവേട്ടൻ അങ്ങനെ വന്നാൽ അതും പ്രശ്നമാകും. അല്ലെങ്കിൽ വേണ്ട, ഒരു കാര്യം ചെയ്യാം, ജ്വല്ലറിയിലേക്ക് അലീനയെ കൂട്ടിക്കൊണ്ടുവരാം. അതാകുമ്പോൾ ആർക്കും ഒരു സംശയം തോന്നില്ല. അവൾക്ക് വേറെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയും ചെയ്യാമെന്ന് കരുതി ബാലേന്ദ്രൻ പെട്ടെന്ന് തന്നെ സ്റ്റാൻലിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പാലായി ജംഗ്ഷനിൽ എൻ്റെ കടയുണ്ട്, നേരെ അങ്ങോട്ട് പോന്നോളൂ എന്ന് പറഞ്ഞ് ജ്വല്ലറിയുടെ പേരും പറഞ്ഞു കൊടുത്തു. പെട്ടെന്ന് തന്നെ അലീനയും ബാലേന്ദ്രൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അലീന ഒന്ന് റെഡിയായി നിൽക്കൂ, ഞാനിപ്പോൾ വരും, എൻ്റെ കൂടെ ഒന്ന് പുറത്ത് വരെ വരണമെന്ന് പറയുകയാണ്. എവിടേക്കാണ് അച്ഛാന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് ഗോവർദ്ധനെ കണ്ടിട്ട് പറഞ്ഞു, ഗോവർദ്ധൻ, എൻ്റെ ഒരു സുഹൃത്ത് വരുന്നുണ്ട്, ആളെ വിളിച്ച് ക്യാബിൽ ഇരുത്തിക്കൊള്ളണം, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ കാറും എടുത്ത് വീട്ടിലേക്ക് പോയി. ബാലചന്ദ്രൻ കാറും ഓടിച്ച് വീട്ടിലേക്ക് പോയ ഉടനെ തന്നെ സ്റ്റാൻലിയുടെ കാറ് വന്ന് ജ്വല്ലറിയുടെ മുമ്പിൽ വന്ന് നിന്നു. അപ്പോൾ തന്നെ ഗോവർദ്ധന് മനസ്സിലായി ബാലേട്ടൻ പറഞ്ഞ ആളായിരിക്കുമെന്ന്. ഗോവർദ്ധൻ ഉടനെ സ്റ്റാൻലിയെ സ്വീകരിച്ച് ബാലചന്ദ്രൻ്റെ ക്യാബിൽ കൊണ്ടിരുത്തി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ അലീനയും കൂട്ടി ജ്വല്ലറിയിലെത്തി. ഗോവർദ്ധൻ ഉടനെ തന്നെ സ്റ്റാൻലിയെ ചെന്ന് അറിയിച്ചു, ബാലേട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് കേട്ടതും സ്റ്റാൻലിക്ക് വളരെയധികം അമ്പരപ്പും ആകാംക്ഷയും എല്ലാമായി അലീനയൊന്ന് കാണുവാൻ വേണ്ടി. ഗോവർദ്ധൻ പോയ ഉടനെ സ്റ്റാൻലി ബാലേന്ദ്രൻ്റെ ക്യാബിൽ മറിഞ്ഞു നിന്ന് പുറത്തേക്ക് എത്തി നോക്കി. ബാലചന്ദ്രൻ്റെ കൈയും പിടിച്ച് ജ്വല്ലറിയിലേക്ക് നടന്നു വരുന്ന അലീനയെ സ്റ്റാൻലി നോക്കി നിൽക്കുകയാണ് കേട്ടോ. സ്റ്റാൻലിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി, ഇത് നല്ലൊരു അച്ഛനും മോളുമാണ്. എന്തുമാത്രമാണ് ബാലചന്ദ്രൻ അലീനയെ സ്നേഹിക്കുന്നതെന്ന് സ്റ്റാൻലിക്ക് പറയാതെ തന്നെ മനസ്സിലായി. തിരിച്ച് അലീനയ്ക്കും അങ്ങോട്ട് തന്നെയാണ്. അവൾ ആദ്യമായി അച്ഛാന്ന് വിളിച്ചത് അദ്ദേഹത്തെയാണ്. ആ സ്നേഹം അവൾക്കുണ്ട്. ആ കൈ പിടിക്കൽ കണ്ടാൽ അറിയാം. അവൾ ബാലചന്ദ്രൻ്റെ കൈ മുറുകെ പിടിച്ചിട്ടുണ്ട്. സ്റ്റാൻലിക്ക് അസൂയ തോന്നി ബാലചന്ദ്രനോട്. തൻ്റെ സ്വന്തം മകളായി ജനിച്ചിട്ട് പോലും എനിക്കിങ്ങനെ മറഞ്ഞിരുന്ന് തൻ്റെ മകളെ കാണേണ്ടി വരുന്നു. ബാലചന്ദ്രനാണെങ്കിൽ അവളെ ചേർത്ത് പിടിച്ച് സ്വന്തം മകളെപ്പോലെ നടത്തിക്കൊണ്ട് വരുന്നു. സ്റ്റാൻലിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നെക്കൂട്ടി ജ്വല്ലറിയിലേക്ക് എന്തിനാണ് അച്ഛാ വന്നത് എന്ന് അലീന ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, നീ എന്തായാലും ഇവിടുന്ന് പോവുകയല്ലേ, അതിനു മുൻപ് എനിക്ക് സമ്മാനമായി നിനക്ക് കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ തരണം. അത് നീ ഇപ്പോഴേ വന്ന് സെലക്ട് ചെയ്യട്ടെ എന്ന് കരുതി. ഇന്ന് നീ സെലക്ട് ചെയ്ത് വെച്ചിട്ട് പോയിക്കോ. അതിനുശേഷം നിനക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലേക്ക് എത്തിച്ച് തരാമെന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. അച്ഛാ, എനിക്ക് സ്വർണ്ണമൊന്നും ഇഷ്ടമില്ലെന്ന് അച്ഛൻ അറിയില്ലേ, പിന്നെ എന്തിനാണ് എനിക്കിതൊക്കെയെന്ന് പറയുകയാണ്. നിനക്ക് ഇഷ്ടമല്ലായിരിക്കാം, പക്ഷേ എനിക്കൊരു കടമയുണ്ട്. എൻ്റെ മോളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടുകയല്ലേ, എനിക്കൊരു രാജകുമാരിയായിട്ട് വേണം ഇവിടുന്ന് പറഞ്ഞു വിടാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നിനക്ക് വേണ്ട സ്വർണ്ണങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചോ. ഇത് എനിക്ക് വേറെ വല്ല ഡിസൈനും വേണമെങ്കിൽ അതും പറഞ്ഞോ, ഞാൻ അതൊക്കെ റെഡിയാക്കി തരാമെന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. അലീന ഒരു ചെറു പുഞ്ചിരിയോടെ ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. അലീന സ്വർണ്ണങ്ങളൊക്കെ നോക്കി ജ്വല്ലറി കൂടെ നടന്നു കേട്ടോ. അല്പം കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, മോളിനി പൊക്കോ, ഞാൻ ഗോവർദ്ധനെ അയക്കാം കാറും കൊണ്ട്. അത് വേണ്ടച്ചാൽ ഞാനൊരു ഓട്ടോ പിടിച്ച് പോക്കോളാം. വേണ്ട മോളെ, ഗോവർദ്ധൻ വന്നോളും, എന്നാൽ പെട്ടെന്ന് വീട്ടിലെത്താലോ എന്ന് പറഞ്ഞ് ഗോവർദ്ധനെയും കൂട്ടി അലീനയെ വീട്ടിലേക്ക് അയച്ചു. ബാലേന്ദ്രൻ ക്യാബിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ മകളെയും നോക്കി നിൽക്കുകയാണ് സ്റ്റാൻലി. സ്റ്റാൻലിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. ബാലചന്ദ്രൻ സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ സ്റ്റാൻലി പെട്ടെന്ന് കണ്ണുകൾ തുവാല കൊണ്ട് തുടച്ചു കേട്ടോ. എന്നിട്ട് പറഞ്ഞു, എങ്കിൽ ശരി ബാലേന്ദ്ര, ഞാനിനി നിൽക്കുന്നില്ല, ഞാനും പോവുകയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ വിളിക്കാം കേട്ടോ. എൻ്റെ മകളെ എനിക്ക് വേണം. ഞാൻ ഇങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ബാലേന്ദ്രൻ, വേണ്ട സ്റ്റാൻലി, ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നാക്കാം. സ്റ്റാൻലി വിളിച്ചാൽ മതി, അപ്പോൾ ഞാൻ അങ്ങോട്ട് അവളെയും കൂട്ടി വരാമെന്ന് പറയുകയാണ്. അങ്ങനെ സ്റ്റാൻലി ബാലേന്ദ്രനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയി. വീട്ടിലെത്തിയ ഉടനെ അലീന ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അച്ഛാ, ഇന്ന് എന്തിനാ എന്നെ ജ്വല്ലറിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്? എന്തോ ഒരു കള്ളത്തരമുണ്ടല്ലോ, ഞാൻ അവിടെ വെച്ച് ചോദിക്കാതിരുന്നതാ എന്ന് പറഞ്ഞപ്പോൾ ബാലേന്ദ്രൻ, മോളെ കള്ളത്തരമൊന്നുമില്ല, ഇന്ന് നല്ല പുതിയ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു,
അത് പെട്ടെന്ന് മോളെ കാണിക്കണമെന്ന് തോന്നി. നിനക്ക് ഇഷ്ടമില്ല എന്നറിയാം, എങ്കിലും ഒന്ന് കണ്ടിരിക്കാൻ വേണ്ടി വിളിച്ചതാന്ന് പറഞ്ഞു. എങ്കിലും അലീനയ്ക്ക് വലിയ വിശ്വാസമൊന്നും വന്നില്ല. പക്ഷേ അലീന പറഞ്ഞു ഓക്കെ എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അലീന രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, എടാ മോനെ നമുക്ക് ശരണ്യയുടെ വീടിരുന്ന് പോകണം. ഞാൻ ഏതായാലും ഇവിടുന്ന് പോവാനായില്ലേ, എനിക്ക് അവളെ ചെന്ന് കാണണം. അതുമാത്രമല്ല എൻ്റെ പനി മാറിയിട്ട് ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലാമെന്ന് അവൾക്ക് വാക്കും കൊടുത്തതാണ്. നമുക്കൊന്ന് പോയാലോ, നീ എപ്പോഴാണ് ഫ്രീ എന്ന് ചോദിച്ചപ്പോൾ രോഹിത് പറഞ്ഞു ചേച്ചി പറഞ്ഞാൽ മതി, എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോകാം. ഇന്ന് വൈകുന്നേരം പോകണോ ചോദിച്ചപ്പം അലീന റെഡിയായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അലീനയും കൂട്ടി രോഹിത് ശരണ്യയുടെ വീട്ടിലേക്ക് പോയി. ശരണ്യ ചാടിത്തുള്ളി അലീനയെ വന്ന് കെട്ടിപ്പിടിച്ചു കേട്ടോ. ചേച്ചിയുടെ പനിയൊക്കെ മാറിയോ? എനിക്കറിയാമായിരുന്നു ചേച്ചി ഈ ആഴ്ച എന്നെ കാണാൻ വരുമെന്ന്. അതെങ്ങനെ നീ അറിഞ്ഞു? അതൊക്കെ എനിക്കറിയാമെന്ന് ശരണ്യ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അലീനയും രോഹിത്തിനെയും ഉള്ളിലേക്ക് കയറ്റി ശരണ്യ വർത്തമാനം പറയുന്നതിനിടയിൽ അലീന പറഞ്ഞു, മോളെ മോൾക്ക് സങ്കടമാകാൻ പാടില്ല, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ ചേച്ചി? ഞാനേ ഇനി അത്രയും ദിവസം കൂടി ഈ നാട്ടിലുണ്ടാവുള്ളൂ. ഞാൻ പോയാലും മോൾ നല്ല ധൈര്യമായിട്ടിരിക്കണം, നന്നായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശരണ്യക്ക് ആകെ സങ്കടം വന്നു. ചേച്ചി പോവുകയാണെന്നോ? എങ്ങോട്ട്? ഞാൻ കുറച്ച് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോവുക. ഞാൻ എപ്പോഴെങ്കിലും മോളെ കാണാൻ വരും, വിളിക്കുകയൊക്കെ ചെയ്യും, എന്ന് വിളിക്കുകയൊക്കെ ചെയ്യും. അതൊന്ന് പറയാൻ വേണ്ടി കൂടി ഞാൻ ഇന്ന് വന്നത് എന്ന് പറയും. ചേച്ചി എപ്പോൾ പോവും? ഞാൻ ഒരാഴ്ച കൂടിപ്പോയ 2 ആഴ്ച അത്രയും നാളും കൂടി ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് പറയും. അത് എവിടെ പോവുക ചേച്ചി? അപ്പോൾ പറഞ്ഞു മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പോവുക. അപ്പോൾ ഇവിടുത്തെ ജോലി കളഞ്ഞോ? എൻ്റെ ഇവിടുത്തെ ജോലി കഴിഞ്ഞു മോളെ, ഇനിയിപ്പോൾ എനിക്ക് ഇവിടുന്ന് പോകാൻ സമയമായി. അതിന് ചേച്ചി അവിടുത്തെ ആൾക്കാരൊക്കെ നല്ലതല്ലേ? ചേച്ചിയുടെ ജോലി കഴിഞ്ഞാലും ചേച്ചിക്ക് ഇനി അവിടെ നിർത്തിക്കുമെന്ന് ചോദിച്ചാൽ അവർ നിർത്തിക്കില്ലേ? അതൊക്കെ നിർത്തിക്കും, ഞാൻ ചോദിച്ചാൽ നിർത്തിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ താല്പര്യമില്ല മോളെ. അങ്ങനെ ഇപ്പോൾ മറ്റൊരാളുടെ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? എങ്കിൽ പിന്നെ ഇനി ചേച്ചി പോക്കോ, എന്നെ ഇനി കാണാനും വരണ്ട വിളിക്കുകയും വേണ്ട, ഞാൻ പിണങ്ങി എന്ന് പറഞ്ഞ് ശരണ്യ ജനലിനരികിലേക്ക് മാറി നിന്നു. അലീന അവളുടെ അടുത്ത് ചെന്ന് അവളുടെ കവിൾ പിടിച്ച് പറഞ്ഞു, പിണങ്ങല്ലേ മോളെ, ഞാൻ പോവാന്ന് പറഞ്ഞാൽ ഈ രാജ്യം വിട്ട് പോവുകയാണോ, അല്ലെങ്കിൽ ഞാൻ ചത്തു പോവുകയാണോ? അങ്ങനെയൊന്നുമില്ലല്ലോ, ഞാൻ കുറച്ച് ദൂരേക്ക് മാറിപ്പോകുന്നു, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് വരും, എനിക്ക് നിങ്ങളൊക്കെ കാണണ്ടേ, അവിടെയുള്ള എൻ്റെ സഹോദരങ്ങളെ കാണണ്ടേ, എല്ലാവരെയും കാണാൻ ഞാൻ ഇടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. എന്നെ കാണാൻ അങ്ങോട്ടും വരണം, ഞാൻ എപ്പോഴും വിളിക്കും. അങ്ങനെ പിണങ്ങല്ലേ, ഞാനൊരു വേലക്കാരിയല്ലേ, വേലക്കാരിക്ക് എത്ര നാളൊരു വീട്ടിൽ കഴിയാൻ പറ്റും? മോൾ എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ എന്ന് പറഞ്ഞ് അലീന ശരണ്യയെ ചേർത്ത് പിടിച്ചു. ശരണ്യ അവിടെ നെഞ്ചോട് ചേർന്ന് കിടന്ന് കരഞ്ഞു കേട്ടോ. നിൻ്റെ എക്സാം എടുത്തു മോളെ, അതുകൊണ്ട് മനസ്സിൽ മറ്റൊന്നും ചിന്തിക്കരുത്, നന്നായി പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശരണ്യ പറഞ്ഞു, ഞാനിനി പഠിക്കില്ല, ചേച്ചി ഇല്ലാത്തപ്പോൾ ഞാനിനി എങ്ങനെ പഠിക്കും? എനിക്ക് ചേച്ചിനെ കണ്ടില്ലെങ്കിൽ സങ്കടമാവും, ധൈര്യവും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ചിന്തിക്കരുത്, നിനക്കിപ്പോൾ എല്ലാത്തിനുമുള്ള ധൈര്യം വന്നു കഴിഞ്ഞു. നിൻ്റെ ജീവിതം നശിപ്പിച്ചതിൻ്റെ മുമ്പിൽ നിനക്ക് തലയുയർത്തി നിൽക്കണ്ടേ? ഈ സമൂഹത്തിന് മുമ്പിൽ തലയുയർത്തി നിൽക്കണ്ടേ? നിനക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? അത്രമാത്രം നീ ചിന്തിച്ചാൽ മതി. നീ നല്ല മിടുക്കിയായി പഠിച്ച് നല്ല ഡോക്ടർ ആവണം. എന്നെ എന്നും എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയണം. പിന്നെ നിനക്ക് സഹായി എന്നും ഈ രോഹിത് ഉണ്ടാവും, ഇവൻ്റെ അച്ഛനും ഉണ്ടാവും. നിനക്ക് ഉയരങ്ങളിലെത്താൻ എത്ര പണം ചിലവാകേണ്ടി വന്നാലും ഒട്ടും വിഷമിക്കേണ്ട, എല്ലാം രോഹിത്തിൻ്റെ അച്ഛൻ നോക്കിക്കോളും. രോഹിത്തിൻ്റെ ജീവിതം പോലും നിൻ്റെ ദാനമാണ്, അതുകൊണ്ട് ഒട്ടും മടി വേണ്ട, അദ്ദേഹം എല്ലാം ചെയ്തോളും, എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അലീനയും രോഹിത്തും ശരണ്യയുടെ വീട്ടിൽ നിന്നും ഉച്ചയൂണും കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. എന്നും പതിവ് പോലെ ശരണ്യ അലീനയുടെ കൂടെ മുറ്റത്തേക്ക് വന്നില്ല, അവൾ റൂമിലേക്ക് തിരിച്ചുപോയി. അലീന ചേച്ചി പോകുന്നത് കാണാനുള്ള ശേഷി അവൾക്കില്ലായിരുന്നു, അതുകൊണ്ട് റൂമിൽ പോയി വിതുമ്പി കരയുകയായിരുന്നു ശരണ്യ. സ്റ്റാൻലി തൻ്റെ അച്ഛനെ വിളിച്ച് പറയുകയാണ് കേട്ടോ, അച്ഛാ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ എൻ്റെ മകളെ കൂട്ടിക്കൊണ്ട് വരാൻ പോവുകയാണ്. അവൾ 2 ആഴ്ചക്കുള്ളിൽ വരും. ഇനി അവൾ എൻ്റെ കൂടെ ജീവിക്കും, എൻ്റെ ഈ വീട്ടിൽ. അത് കേട്ടതും സ്റ്റാൻലിയുടെ അച്ഛൻ ആകെ പരിഭ്രാന്തിയിലാവുകയാണ് കേട്ടോ. സ്റ്റാൻലി മോനെ, നീ ചെയ്യാമോന്ന് വലിയ വീട്ടിത്തമാണ്, ഇത് വലിയ പ്രശ്നമാകും. അവൾ എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ മകളാണെങ്കിലും അവൾ എവിടെ കൂട്ടിച്ചേർത്താലും അവൾ മുഴച്ചു തന്നെ ഇരിക്കും. അവളെ കൂട്ടിച്ചേർക്കാൻ കഴിയില്ലടാ നമുക്കിനി, വേണ്ട അത് വിട്ടേക്കും. ഇല്ലച്ചാ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് സ്റ്റാൻലി ഫോൺ കട്ട് ചെയ്തു. ഇനി തൻ്റെ മകനെ തിരുത്താനോ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ തനിക്ക് കഴിയില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് കൊണ്ട് തന്നെ സ്റ്റാൻലിയെ പിന്നെ തിരിച്ച് വിളിക്കാൻ സ്റ്റാൻലിയുടെ അച്ഛൻ നിന്നില്ല. സ്റ്റാൻലി തൻ്റെ ബംഗ്ലാവ് ചുറ്റി നടന്ന് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് സ്വയം ചിന്തിച്ചു, വലിയ ബംഗ്ലാവൊക്കെ തന്നെയാണ്, എങ്കിലും തൻ്റെ മകൾ വരുമ്പോൾ ഇങ്ങനെ പോരാ, ഇപ്പോൾ ഇതൊരു അന്ധകാരം പിടിച്ച പോലെയാണ് കിടക്കുന്നത്, മൊത്തം ഒന്ന് അലങ്കരിക്കണം. എന്നിട്ട് സെർവൻറ്റിനെ വിളിച്ച് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഈ വീട് ക്ലീൻ ചെയ്യുവാനും ഈ വീട് പെയിൻ്റ് അടിക്കുവാനും ആളെ കണ്ടെത്തണം, മുഴുവൻ അലങ്കരിക്കണം. അതെന്തിനാ ഇപ്പോൾ പെട്ടെന്ന്? അതൊക്കെയുണ്ട്, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് ആളെ ഏർപ്പാടാക്കണമെന്ന് സ്റ്റാൻലി ഉത്തരവിടുകയാണ്. അതാരാ പുതിയ ഗസ്റ്റ്? അതൊന്നും നീ അറിയണ്ട, വരുമ്പോൾ കണ്ടാൽ മതി. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഈ വീട്ടിൽ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും വലിയ റൂം നോക്കി തിരഞ്ഞെടുത്ത് ആ റൂമിൽ പുതിയ കട്ടിൽ വാങ്ങണം, പുതിയ AC വാങ്ങണം, പുതിയ TV വാങ്ങണം. പിന്നെ ആ റൂം നന്നായിട്ടൊന്ന് അലങ്കരിക്കണം.
സ്റ്റാൻലിയുടെ സെർവൻറ്റിന് ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ സ്റ്റാൻലി അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഒഴിവാക്കി വിട്ടു. എത്രയും പെട്ടെന്ന് നീ ആളെ ഏർപ്പാടാക്കിയെന്ന് പറഞ്ഞ് സ്റ്റാൻലി അവിടെ നിന്നും പോയി. ആരായിരിക്കും വരാമെന്ന പുതിയ ഗസ്റ്റ് എന്ന് എത്ര ആലോചിച്ചിട്ടും സെർവൻറ്റിന് കാര്യം പിടികിട്ടിയില്ല. ഓക്കെ, എന്തായാലും വേണ്ട പോലെ ചെയ്യാം, ആരാണെന്ന് വന്നിട്ട് കാണാമെന്ന് അദ്ദേഹം പിറുപിറുത്തു. സ്റ്റാൻലി ബാലേന്ദ്രനെ വിളിച്ചു. ബാലേന്ദ്ര, ഞാൻ എല്ലാം റെഡിയാക്കി, ഇനി എൻ്റെ മകളെ കൂട്ടിക്കൊണ്ട് വന്നോളൂ. എത്രയും പെട്ടെന്നാണെങ്കിൽ അത്രയും സന്തോഷം. ഈ ആഴ്ച പറ്റുമോ? ബാലേന്ദ്രൻ ഒന്നും മിണ്ടിയില്ല കേട്ടോ. ബാലേന്ദ്രൻ ശരീരം വിറക്കുന്നത് പോലെ തോന്നി. ശരി സ്റ്റാൻലി, എപ്പോഴാണെന്ന് ഞാൻ വിളിച്ചു പറയാം. അപ്പോഴേക്കും അലീനയും ബാലചന്ദ്രൻ റൂമിലേക്ക് കടന്നു വന്നു. എന്താ അച്ഛൻ്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും വിഷമമുണ്ടോ? ഉണ്ട് മോളെ, നീ പോകുന്ന കാര്യം ഓർത്തിട്ട് തന്നെയാണ് എനിക്ക് വിഷമം. അതുപോലെ തന്നെയാണ് അച്ഛൻ ഞാനും വന്നത്. മേഡം തന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനിയും കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്ന അറിയില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് പോകണ്ടേ, എത്രയും പെട്ടെന്ന് പോകാമെന്ന് എനിക്ക്. അവരാണിപ്പോൾ വിളിച്ചത്. നിന്നെ ഞാൻ ഈ ആഴ്ച തന്നെ കൊണ്ടുപോയാക്കാം. എവിടേക്കാണ് വെച്ചാൽ പോകുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ സർപ്രൈസാണ്. ആരടുത്താണ്? എനിക്ക് എന്താ ജോലി, എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഒരു കാര്യം ഞാൻ പറയാം, നിനക്കിനി വേലക്കാരിയെ ജീവിക്കേണ്ടി വരില്ല. നീ ഇനി സുരക്ഷിതയായിരിക്കും. നിനക്ക് വേണ്ടുവോളം സ്നേഹം കിട്ടും, ഒരുപക്ഷെ എന്നേക്കാൾ. അത് കേട്ടപ്പോൾ അലീനയുടെ കണ്ണ് നിറഞ്ഞു. അച്ഛനേക്കാളോ? അച്ഛനേക്കാൾ സ്നേഹം എനിക്കൊരിക്കലും ആരടുത്തുനിന്നും കിട്ടില്ല അച്ഛാ. എൻ്റെ സ്വന്തം അച്ഛന് പോലും അത്രയും തരാൻ കഴിയില്ല. എങ്കിൽ പിന്നെ നിനക്ക് പോകണം മോളെ, ഇവിടുത്തെ നിന്നാൽ പോരെ? എൻ്റെ സ്നേഹവും എൻ്റെ മക്കളുടെ സ്നേഹവും അനുഭവിച്ച് എനിക്കിവിടെ നിന്നാൽ പോരെ? അച്ഛാ, അങ്ങനെ പറയരുത്. എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല. ഈ സ്നേഹം വേണ്ടാന്ന് വെച്ചിട്ടാണോ ഞാൻ പോകുന്നത്? എനിക്കൊരിക്കലും ഈ സ്നേഹം വേണ്ടാന്ന് വെക്കാൻ കഴിയില്ല. പക്ഷേ എൻ്റെ അവസ്ഥ അതായിപ്പോയില്ലേ. എന്നെ ഒരിക്കലും ഈ കുടുംബത്തിൽ ചേർത്ത് വെക്കാൻ കഴിയില്ല. അതെല്ലാവർക്കും അറിയാലോ. ഞാനിവിടെ നിന്നാൽ ഇതിലും വലിയ സങ്കടമാകും എനിക്ക്. സാരമില്ല, ഞാൻ പോയേ പറ്റുള്ളൂ. എല്ലാവരും അത് അംഗീകരിക്കണം. ഇനി ഞാൻ പോയതിന് ശേഷം അച്ഛൻ എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. അമ്മയോട് പറയുകയോ പറയാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ആദ്യം പൊക്കോട്ടെ, എന്നിട്ട് മതിയെല്ലാം. സ്റ്റാൻലി അലീനയെ കൊണ്ടുചെന്നാക്കുവാൻ പറഞ്ഞ ദിവസം അടുത്തെത്തിയേട്ടോ. ബാലചന്ദ്രൻ അതിൻ്റെ തലേന്ന് അലീനയ്ക്ക് വേണ്ടി സ്വർണത്തിൻ്റെ മാലയും കമ്മലും വളയും അതുപോലെ തന്നെ ഒരുപാട് വിലപിടിച്ച ഡ്രസ്സുകളും എല്ലാം വാങ്ങിയാണ് വീട്ടിലേക്ക് ചെന്നത്. വീട്ടിലെത്തിയ ബാലേന്ദ്രൻ്റെ കയ്യിൽ കവറുകൾ കണ്ട് കൃഷ്ണജ ഓടിയെത്തി. ഇതെന്താ വെച്ചാൽ ഒരുപാടുണ്ടല്ലോ. ജ്വല്ലറി കടയിലെ കവറും കാണുന്നുണ്ട്, തുണിക്കടയിലെ കവറും കാണുന്നുണ്ടല്ലോ. ഇത് ആർക്ക് വേണ്ടിയാ? ഇതൊക്കെ അലീനയ്ക്ക് വേണ്ടിയാ മോളെ. അവൾ ഇവിടുന്ന് നാളെ പോവുകയല്ലേ, അതുകൊണ്ട് മേടിച്ചതാ. അവളെ ഇവിടുന്ന് നമുക്ക് രാജകുമാരിയായിട്ട് വേണം അയക്കാൻ. അത് കേട്ടതും കൃഷ്ണജയ്ക്ക് കണ്ണ് നിറഞ്ഞു. അപ്പോഴേക്കും അലീനയും അങ്ങോട്ടേക്ക് വന്നു. ബാലചന്ദ്രൻ കയ്യിലെ കവറുകൾ അലീനയ്ക്ക് നൽകി. ഇതെന്താ വെച്ചാൽ ഇതിൽ ഒരുപാട് ഡ്രസ്സുകളും സ്വർണ്ണങ്ങളും ഒക്കെയുണ്ട്. ഇതിൽ നാളെ ഈ സ്വർണ്ണങ്ങളൊക്കെ അണിഞ്ഞിട്ട് വേണം മോൾ ഇവിടുന്ന് പോവാൻ. അലീന അച്ഛൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ഇതൊക്കെ വേണമായിരുന്നു അച്ഛൻ എന്നത് ഭാവമായിരുന്നു അവളുടെ മുഖത്ത്. പിന്നെ ഇതിലേറ്റവും നല്ല ഡ്രസ്സ് നാളെ മോൾ ഇടണം. ഇതൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് വേണം ഇവിടുന്ന് പോവാൻ. അലീന ഇപ്പോൾ പൊട്ടിക്കരയുമെന്ന് മനസ്സിലാക്കിയ ബാലചന്ദ്രൻ അത് മൈൻഡ് ചെയ്യാത്തതുപോലെ റൂമിലേക്ക് പോയി. അത് കണ്ടു നിന്നാൽ തൻ്റെയും നിയന്ത്രണം പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പിറ്റേന്ന് രാവിലെ മനു വന്നു. മനുവിൻ്റെ മുഖവും ആകെ കലങ്ങിയിരിക്കുകയാണ്. രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ലെന്ന് മനുവിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ അലീനയ്ക്ക് മനസ്സിലായി. അലീന പതിവ് പോലെ മനുവിന് ചായ കൊടുത്തു. എന്നിട്ട് റെഡിയാവാൻ പോയി. മനു വീട്ടിൽ കയറി ചെന്നിട്ടും ബബിതയ്ക്കും കൃഷ്ണജയ്ക്കും രോഹിത്തിനും ആർക്കും ഒരു മിണ്ടാട്ടവുമില്ല. എല്ലാവരും നല്ല സങ്കടത്തിലാണെന്ന് മനുവിന് മനസ്സിലായി. ആരും പരസ്പരം മിണ്ടാതെ അലീന റെഡിയായി വരുന്നതും കാത്തു നിന്നു. അലീന ബാലചന്ദ്രൻ മേടിച്ചു കൊടുത്ത ഡ്രസ്സിൽ ഏറ്റവും നല്ല ഡ്രസ്സ് നോക്കി അണിഞ്ഞു. ആഭരണങ്ങളും അണിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാവരും അലീനയെ അന്തം വിട്ട് നോക്കി. മനുവിനാണെങ്കിൽ അലീനയുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാൻ പോലും തോന്നിയില്ല. അത്രയും സുന്ദരിയായിരുന്നു അലീന. ബാലചന്ദ്രനും അവളെ നോക്കി നിന്നുപോയി. ബബിത പെട്ടെന്ന് ചോദിച്ചു, ഇതെന്താ അച്ഛാ, അലീന ചേച്ചി ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കാൻ പോവുകയാണോ? ഒരുപാട് ആഭരണങ്ങളും നല്ല ഡ്രസ്സും ഒക്കെ ഉണ്ടല്ലോ. അത് മോളെ, അവളിവിടെ വന്നത് ഒരു വേലക്കാരിയായിട്ടാണ്. പക്ഷേ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ എൻ്റെ മകളായിട്ടാണ് പോകുന്നത്. എൻ്റെ മകൾ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് അവളെ രാജകുമാരിയായിട്ട് വേണം പറഞ്ഞയക്കാൻ. ഇത് കേട്ടതും അലീന മനുവിൻ്റെ മുഖത്തേക്ക് നോക്കി. മനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞത് അവൾ കണ്ടു. അവളത് മൈൻഡ് ചെയ്യാതെ റൂമിലേക്ക് പോയി. മനുവും അലീനയുടെ റൂമിലേക്ക് ചെന്നു. മനു അവളുടെ കൈ പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, അലീന, നീ എന്നെ മറക്കുവോ? അലീനയ്ക്കൊന്നും ഉത്തരമില്ലായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മനുവിനെ പിരിയുന്നതിലുള്ള വിഷമം അവൾക്ക് നന്നായിട്ടുണ്ടെന്ന് മനുവിന് മനസ്സിലായി. മനു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. രണ്ടുപേരും പരസ്പരം കരഞ്ഞു. മനു അലീനയെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, അങ്കിൾ എവിടെയാണ് നിന്നെ കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല. എങ്കിലും നിനക്ക് എന്തെങ്കിലും സങ്കടമുണ്ടായാൽ അപ്പോൾ എന്നെ വിളിച്ചോണം, ഞാൻ ഓടിയെത്തും. നിനക്ക് അവിടെ നിൽക്കേണ്ട തോന്നുവാണെങ്കിൽ എന്നെ അറിയിക്കണം, ഞാൻ വന്ന് കൂട്ടും. ഞാൻ പിന്നീട് നിന്നെ സംരക്ഷിച്ചോളും. ഒരു കാരണവശാലും നീ വിഷമിക്കരുത്. എന്നെ എന്നും വിളിക്കണം, എല്ലാ വിശേഷങ്ങളും എന്നെ വിളിച്ച് അറിയിക്കണം. അങ്ങനെ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു കേട്ടോ. അലീന, ഞാൻ എന്നും പറയുന്നത് തന്നെ നിന്നോട് ഇപ്പോഴും പറയുന്നു, ഞാനുണ്ട്. എൻ്റെ ഈ വാക്ക് നീ എപ്പോഴും ഓർക്കണം.
ഇതും പറഞ്ഞ് രണ്ടുപേരും മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അവർ ഇറങ്ങിയതും എല്ലാവരും അലീനയെ യാത്രയാക്കാൻ കാറിൻ്റെ അടുത്തേക്ക് ചെന്നു. ബാലേന്ദ്രൻ അലീനയുടെ ബാഗുകൾ ഡിക്കിയിലാക്കി. അലീന കാറിൽ കയറുമ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടെ നോക്കി. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അലീന പെട്ടെന്ന് കാറിലേക്ക് കയറി ഡോറടച്ചു. കാറ് മുറ്റം കടന്ന് റോഡിലേക്ക് എത്തിയപ്പോൾ അലീന ഒന്നുകൂടി തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും സിറ്റൗട്ടിൽ തന്നെ അലീനയും നോക്കി നിൽപ്പുണ്ട്. അലീന പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു. പിന്നെ വിതുമ്പിക്കരഞ്ഞു. ബാലേന്ദ്രനും ഒന്നും മിണ്ടുന്നില്ല. കുറച്ച് കരഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ചിന്തിച്ചു, സാരമില്ല, വളരെ വൈകിയാണെങ്കിലും എനിക്ക് സ്നേഹമുള്ള സഹോദരങ്ങളെ കിട്ടി, അച്ഛനെ കിട്ടി, പിന്നെ എന്നെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മനുവേട്ടനെ കിട്ടി. എല്ലാവരുടെയും സ്നേഹം, എല്ലാവരുടെയും സമ്മാനങ്ങളും ഒക്കെയായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഇനി എനിക്ക് ദൂരെ നിന്നായാലും എൻ്റെ സഹോദരങ്ങളെ വിളിക്കുവാനും എൻ്റെ അച്ഛനെ വിളിക്കുവാനും അവരെ സ്നേഹിക്കുവാനും ഒക്കെ എനിക്ക് കഴിയുമല്ലോ. അതുതന്നെ വലിയൊരു കാര്യമല്ലേ ഒരു അനാഥയായ എനിക്ക്. അലീനയും ബാലചന്ദ്രനും ഒന്നും പരസ്പരം മിണ്ടാതെ ഒരുപാട് നേരം കാറിൽ യാത്ര ചെയ്തു.